ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ 2025-26 അധ്യയന വർഷത്തെ അടിസ്ഥാന പാഠാവലി ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇന്ന് നടന്ന നിങ്ങളുടെ അടിസ്ഥാന പാഠാവലി ഓണം എക്സാമിൻ്റെ ആൻസർ കീയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. വായിക്കാം, എഴുതാം. പാരിസ്ഥിതിക അവബോധത്തിൻ്റെ കാവ്യലോകം. മലയാള കവിതയിൽ പാരിസ്ഥിതിക അവബോധം വളർത്തുന്നതിൽ നിരവധി കവികൾ അവരുടെ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും സുഗതകുമാരിയോളമാകുന്നില്ല. കാടിനും കാട്ടുജീവികൾക്കും മരത്തിനും പുഴയ്ക്കും മണ്ണിനും വേണ്ടി സുഗതകുമാരി എഴുതിയിട്ടുള്ള കവിതകൾ മാത്രം 200-ന് അടുത്ത് വരും. ഏതെങ്കിലും ഒരു തരത്തിൽ പരിസ്ഥിതി ബന്ധം പുലർത്തുന്നവയാണ് മിക്ക കവിതകളും. പ്രകൃതിയിലെ ജൈവ വൈവിധ്യങ്ങളെയെല്ലാം അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പോരുന്നതാണ് ആ കാവ്യലോകം. മരത്തിന് സ്തുതി, കുറിഞ്ഞിപ്പൂക്കൾ, സൈലന്റ് വാലി, അട്ടപ്പാടിയെ സ്വപ്നം കണ്ടു ഞാനിന്നു, തൈവയ്ക്കൽ, വനരോധനം, തൈംസ് നദിയോട്, മരങ്ങൾ, തുലാവർഷ പച്ച, കാലിഫോർണിയ കാടുകളിൽ തുടങ്ങി നിരവധി കവിതകൾ പ്രകൃതി സ്നേഹത്തിന്റെ വാഗ്മയ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതായി എടുത്തു പറയാനുണ്ട്. സൈലന്റ് വാലി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വനപ്രകൃതിയുമായി നിരന്തരം പരിചയത്തിന്റെ അനുഭവ സാക്ഷ്യമായി നിൽക്കുന്ന കവിതകൾ തന്നെ ഏറെയുണ്ട്. പരിസ്ഥിതി ഒരു ശാസ്ത്ര വിഷയം എന്ന നിലയ്ക്കല്ല, ജീവന മണ്ഡലം എന്ന നിലയിലാണ് സുഗതകുമാരിയുടെ കവിതകളിൽ നിറയുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനുള്ളത്രയും പ്രാധാന്യം ആനയ്ക്കും സിംഹവാലൻ കുരങ്ങിനും നായ്ക്കും എലിക്കും കാക്കയ്ക്കും മരത്തിനും പുല്ലിനും മലയ്ക്കും പുഴയ്ക്കും ഒക്കെ കവി നൽകുന്നത്. ഓക്കെ, നമുക്ക് നൽകിയിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ കൂട്ടുകാരെ? മലയാള കവിതയിൽ ഏത് മേഖലയിലാണ് സുഗതകുമാരി കൂടുതലായി ഇടപെട്ടിട്ടുള്ളത്? ഏത് മേഖലയിലാണ്? അതെ, പാരിസ്ഥിതിക അവബോധം വളർത്തുന്നതിലാണ് അല്ലെ. ആൻസർ എന്താണ്? പാരിസ്ഥിതിക അവബോധം വളർത്തുന്നതിൽ. ഓക്കെ, ആൻസർ പാരിസ്ഥിതിക അവബോധം വളർത്തുന്നതിൽ. ഓക്കെ, ദ നെക്സ്റ്റ്. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവയിൽ സുഗതകുമാരിയുടെ കവിതയല്ലാത്തത് ഏതാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്? കുറിഞ്ഞിപ്പൂക്കൾ, തുലാവർഷപ്പച്ച, മഗ്ദലന മറിയം, വനരോധനം. ഇവയില് സുഗതകുമാരിയുടെ കവിതയല്ലാത്തത് ഏതാണ്? മഗ്ദലന മറിയമാണല്ലേ. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ സി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സുഗതകുമാരിയുടെ കവിതകളുടെ പ്രത്യേകതയായി ഉയർത്തിക്കാട്ടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രകൃതിയിലെ ജൈവ വൈവിധ്യങ്ങളെയൊന്നും ഉൾക്കൊള്ളാൻ അവർക്കായില്ല. then എന്താ കൊടുത്തിട്ടുള്ളത്? നിരവധി കവിതകളിൽ പ്രകൃതി സ്നേഹം നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. ഇനി നോക്കൂ, ഓപ്ഷൻ 1 ശരി, ബി 1ഉം 2ഉം ശരി, ഓപ്ഷൻ സി 2 ശരി, ഓപ്ഷൻ ഡി 1ഉം 2ഉം തെറ്റെന്ന് നൽകിയിട്ടുണ്ടല്ലേ. അപ്പൊ കൂട്ടുകാരെ, ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്? കൺഫ്യൂഷൻ ആയല്ലേ. അപ്പൊ 1 ശരിയാണോ? then 1ഉം 2ഉം ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി 2 ശരി, ഡി 1ഉം 2ഉം തെറ്റ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ സി 2 ശരി എന്നുള്ളതാണല്ലേ ആൻസർ. ഓപ്ഷൻ സി 2 ശരി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദെൻ വായനാ ഭാഗത്തിലെ ആശയങ്ങളെ ക്രമപ്പെടുത്തിയാൽ ശരിയാകുന്ന ക്രമം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സൈലന്റ് വാലി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിന്റെ അനുഭവം സുഗതകുമാരിക്കുണ്ട്. 2, പ്രകൃതിയിലെ എല്ലാറ്റിനും വേണ്ടി നിലകൊള്ളുന്ന കവിയായിരുന്നു സുഗതകുമാരി. ദെൻ 3, മനുഷ്യനുള്ളത്ര പ്രാധാന്യം തന്നെ മറ്റു ജീവജാലങ്ങൾക്കും ഉണ്ടെന്ന് സുഗതകുമാരി മനസ്സിലാക്കി. 4, പരിസ്ഥിതി വിഷയം ഒരു ശാസ്ത്ര വിഷയം മാത്രമല്ലെന്ന് സുഗതകുമാരിക്ക് അറിയാമായിരുന്നു. അപ്പം ഇതിൽ നോക്കൂ, ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? 1 2 3 4 2 3 4 1 2 1 4 3 3 4 1 2 ഏതായിരിക്കും കൂട്ടുകാരെ? ഇതിൽ ഒന്നാമത് വരുന്നത് ഏതാണ്? പ്രകൃതിയിലെ എല്ലാറ്റിനും എന്താണ് വേണ്ടി നിലകൊണ്ട കവിയായിരുന്നു സുഗതകുമാരി എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ 1 ഇതാണ് വരുന്നത്. 2, സൈലന്റ് വാലി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന അനുഭവം സുഗതകുമാരിക്കുണ്ട്. ദെൻ പാരിസ്ഥിതി ഒരു വിഷയം ശാസ്ത്ര വിഷയം മാത്രമല്ലെന്ന് സുഗതകുമാരിക്ക് അറിയാമായിരുന്നു. ദെൻ 4 ഏതാണ്? മനുഷ്യനുള്ള പ്രാധാന്യം തന്നെ മറ്റു ജീവജാലങ്ങൾക്കും ഉണ്ടെന്ന് സുഗതകുമാരി മനസ്സിലാക്കി. അപ്പം ഇനി ഇത് ഏതായിരിക്കും ഓപ്ഷൻ വരെ നോക്കൂ. അപ്പം ഫസ്റ്റ് ഏതാണ് വരുന്നത്? 2, 2 വരുന്നത് 2 ഉണ്ട് അല്ലെ. ബിയും സിയും ഉണ്ട്. അപ്പൊ നെക്സ്റ്റ് നോക്കാം. 2 ദെൻ 2 1 അല്ലേ. അപ്പൊ സി ആണ് ഓപ്ഷൻ. 2 1 4 3 2 1 2 1 4 3 ആണ് വരുന്നത്. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
പോസ്റ്റർ ആണല്ലേ. കേരളത്തിലെ ഗ്രന്ഥശാലകൾക്ക് 200 വർഷത്തിനടുത്ത് ചരിത്രമുണ്ട്. സെപ്റ്റംബർ 14 ഗ്രന്ഥശാല ദിനത്തോടനുബന്ധിച്ച് വിദ്യാലയത്തിൽ നടത്താവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാവാം? സ്കൂളിൽ പ്രദർശിപ്പിക്കാനായി പോസ്റ്റർ തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനോഹരമായിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്ററൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളത് പോസ്റ്റർ തയ്യാറാക്കിയിട്ടുണ്ടാകും. ദെൻ മാതൃഭാഷയെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. മാതൃഭാഷ എന്ന വാക്കിൻ്റെ അർത്ഥം മാത്രമല്ല ഭാവവും അടങ്ങിയിരിക്കുന്നു. വാക്കില് അർത്ഥം മാത്രമല്ല ഭാവവും അടങ്ങിയിരിക്കുന്നു. ദെൻ തീക്ഷ്ണമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ മാതൃഭാഷയ്ക്ക് പങ്കില്ല. ദെൻ അനുഭവങ്ങൾക്കപ്പുറം അനുഭൂതിയും നൽകാൻ കഴിയുന്നത് മാതൃഭാഷയ്ക്കാണ്. ദെൻ നാലാമത് എന്താ കൊടുത്തിട്ടുള്ളത്? ഭാവനാപരമായ ഒരു ജീവിതത്തിന് മാതൃഭാഷയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 1 മാത്രം ശരി, 3 മാത്രം ശരി, 1 3 ശരി, 2 4 ശരി. ഇതിലേതാ റൈറ്റ് ആൻസർ കിട്ടുന്നത്? അതെ, 2 4 ശരി എന്നുള്ളതാണ് അല്ലേ. എന്താണ്? ഓപ്ഷൻ ഡി, 2 4 ശരി. ദെൻ സി നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. കണക്കു പരീക്ഷയിൽ ഒന്നാമനായത് അവൻ്റെ കുശലത്വം കൊണ്ട് മാത്രമാണ്. കളിയിലുള്ള കുശലതയാണ് അവരെ വിജയിക്കാൻ സഹായിച്ചത്. കുശലത്വം ആവശ്യമില്ലാത്ത കളിയാണ് ചെസ്സ്. ദെൻ ശില്പിയുടെ കുശലത്വം ശില്പങ്ങളിൽ മനസ്സിലാക്കാം. അപ്പൊ താഴെ കൊടുത്തിട്ടുള്ള ഈ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മനസ്സിലായില്ല ഇതിൽ തെറ്റേതാണ്. ഓപ്ഷൻ സി ആണല്ലോ. എന്താണ്? കുശലത്വം ആവശ്യമില്ലാത്ത കളിയാണ് ചെസ് എന്നുള്ളത് അല്ലേ. അത് തെറ്റല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്ത 3A 3B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു മാത്രം ഉത്തരം എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ വിശകലന കുറിപ്പാണ് ഇവിടെ. കവിത നൽകിയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നൽകിയ കവിതാഭാഗങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിശകലന കുറിപ്പാണ് നിങ്ങൾ എഴുതേണ്ടത്. ദെൻ അഭിപ്രായ കുറിപ്പാണ് 3. ഏതൊരു ദേവവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു ഞാൻ കേൾക്കും, എൻ്റെ ഭാഷ വെള്ളത്തോൾ. കവിതയിലെ വരികളുടെ ആശയം മനസ്സിലാക്കി അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണല്ലോ ഇവിടെയും പറയുന്നത്. അപ്പോൾ ഒരു അഭിപ്രായക്കുറിപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി ഉൾക്കൊള്ളിച്ച് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ചുവടെ കൊടുത്ത 4A 4B എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു മാത്രം ഉത്തരം എഴുതുക. ആസ്വാദന കുറിപ്പാണ് അല്ലേ. ഇവിടെ നോക്കൂ, പ്രഭാതത്തിൽ എന്നൊരു കവിത നൽകിയിട്ട് ആരെഴുതിയതാണ്? അനാമിക KH എഴുതിയ പ്രഭാതത്തിൽ എന്ന കവിതയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ പ്രഭാതവർണ്ണം നിറഞ്ഞു നിൽക്കുന്ന ഈ കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ ആസ്വാദന കുറിപ്പിൽ ഉൾപ്പെടുത്തേണ്ടത്? കവിയെക്കുറിച്ച് പറയണം. അതുപോലെ തന്നെ ഈ കവിതയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ, അതുപോലെ തന്നെ എന്താണ് ആവർത്തന ഭംഗി, താളം, അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ കവിതയിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുക, അതെല്ലാം ഉൾക്കൊള്ളിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ. അല്ലെങ്കിൽ നോക്കൂ, ആസ്വാദനക്കുറിപ്പ് പറഞ്ഞത് നോക്കൂ. വിളിച്ചാൽ നീ വരുമെങ്കിൽ വിളിക്കുമ്പോൾ വരാറുള്ള കിളിക്കുഞ്ഞേ, നിനക്കിപ്പോൾ മഴത്തുള്ളി ചിഞ്ചിലങ്ങൾ പഠിക്കാനുണ്ടോ? കിഴക്കെങ്ങാൻ പെയ്തു തോരും മഴപ്പാട്ടിൻ മുഴക്കങ്ങൾ കിളിക്കൂട്ടിൽ കാതോർത്തു കിടക്കാറുണ്ടോ? വടക്കെങ്ങാൻ കതിർ തേടി പറക്കുന്ന കിളിക്കൂട്ടം വിരുന്നെത്തും സായാഹ്നം കൊതിക്കാറുണ്ടോ? പടിഞ്ഞാറൻ കാടക്കാറ്റിൽ തിരമ്പുന്ന താളമേളം കുളിർ ചെയ്യും പൂനിലാവിൽ ലയിക്കാറുണ്ടോ? PK ഗോപി എഴുതിയ കവിതയിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ കവിതയുടെ ആശയം, മനോഹരമായ പ്രയോഗങ്ങൾ എന്നിവ കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നിരീക്ഷണങ്ങളും കൂടി ചേർത്ത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക അല്ലേ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്നിൻ്റെ ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലഘു ഉപന്യാസമാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വായിക്കുന്നതും അറിവ് നേടും നമ്മുടെ എല്ലാം ജീവിത വിജയത്തിന് കാരണമാകുന്നില്ലേ. അപ്പോൾ വായനയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കുക. എളുപ്പമല്ലേ? നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ക്ലാസ്സിലൊക്കെ ചെയ്യുന്ന പ്രവർത്തനം തന്നെയാണല്ലേ. ഓക്കെ, ദെൻ വായനാക്കുറിപ്പാണ്. ശന്തനുവിൻ്റെ പക്ഷികൾ എന്ന പാഠഭാഗം വായിച്ചല്ലോ. പ്രകൃതിയിലെ കൗതുകപരവും മനോഹരവും മായികവുമായ കാഴ്ചയുടെ വിവരണങ്ങൾ നിറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. അതുപോലെ നിങ്ങൾ വായിച്ച ഏതെങ്കിലും കഥയുടെ വായനാക്കുറിപ്പ് തയ്യാറാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥയുടെ വായനാക്കുറിപ്പ് തയ്യാറാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണല്ലേ നമുക്ക് എക്സാമിന് ഉണ്ടായിരുന്നത്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നില്ല എല്ലാവർക്കും? ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.